Every day I find a way through darkness. Have a smile that portrays my happiness. Every year I long for celebration, for the moments I still cherish in time, to be with my tribe in elation. You know what's on my mind. Ooh, when we get together, ooh, oh, we'd be dancing like this. I long for celebration, for the love of gold, of a special kind. We're in this together with passion. You know what's on my mind. It's time to be true. Shake, swirl and groove. Love binds us साथ चले, संग तेरे निकले, हम भी साथ चले, संग तेरे निकले. It's time to be true. Shake, swirl and groove. Love binds us true. Occupy your seats. So once again, I'm requesting each one of you to please enter the hall and occupy your seats. നമ്മൾ ഗസ്റ്റ് എല്ലാവരും ഒന്ന് വന്ന് അകത്ത് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം അങ്ങനെ heartily with all the best, I would like to welcome Naveen and Tanya to the stage. Once again, please put your hands together for our prestige couple. Completes all our hearts. So, ആദ്യം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ രണ്ട് കപ്പിളിനും congrats to you both for your very big day. ഇന്ന് നമ്മുടെ couple have taken the decision of togetherness, right? ഇന്ന് തൊട്ട് ഇനി മുന്നോട്ട് എന്നും ഒരുമിച്ച് എന്നൊരു decision നമ്മുടെ couple എടുത്തു, and that's the reason why they're happily standing here on the stage, because they have taken their biggest milestone of their life. So anyway, നമ്മുടെ ബ്യൂട്ടിഫുൾ കപ്പിള് നല്ല അടിപൊളിയായിട്ട് സ്റ്റേജിലോട്ടൊക്കെ കയറി വന്നു. ഇനി നമ്മുടെ നവീൻ ആൻഡ് ടാനിയയുടെ അടുത്ത് can I ask you something? Okay, at first let's start with നവീൻ. നമുക്ക് നവീൻ്റെ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടാനിയനെ മതി ലൈഫ് പാർട്ണർ ആക്കാൻ, അല്ലെങ്കിൽ മതി ഇനി മുന്നോട്ട് ടാനിയ മതി എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? Because everything has an obvious reason, അല്ലേ? ഒരു കാരണം ഉള്ളതുകൊണ്ടാണ്. As we all know, marriage is the one of the biggest decision of their life. So far there will be a specific strong reason. അപ്പോൾ എന്തായിരിക്കും ടാനിയ മതി എന്നുള്ള തീരുമാനത്തിന് കാരണം? അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആൾ ഭയങ്കര പാവമാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒപ്പം ഇനി മുന്നോട്ടൊരു പാവമായിട്ടുള്ള ഒരാളെ കിട്ടി. ഇനി നമ്മുടെ ടാനിയയുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഉറപ്പായിട്ടും നമ്മുടെ നവീൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇഷ്ടമായിരിക്കും. പക്ഷെ
വെഡിങ്ങിന് ശേഷം നവീൻ ഇച്ചിരി ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? വെഡിങ്ങിന് ശേഷം ഈ ഒരു കാര്യം മാത്രം ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ എന്ന് തോന്നുന്ന കാര്യം. അപ്പം നല്ലൊരു കാര്യം കൊടുത്തേ. ഇവിടെ ചേഞ്ച് ചെയ്യാൻ ആക്ച്വലി കാര്യമൊന്നുമില്ല. ദേ ആർ ആക്ച്വലി ഹാപ്പിലി വെരി ഹാപ്പി വിത്ത് ഈച്ച് അതർ. അതുപോലെ തന്നെ ടിറ്റാനിയ, നവീന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? അവിടെ കേട്ടോന്ന് അറിയില്ല. ആക്ച്വലി വോട്ടാനിയ സെഡസ് നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ് ആളെന്നാണ്. സോ എനിവേ രണ്ടുപേരുടെ ഒരുമിച്ച് ഹാപ്പിലി മുന്നോട്ട് പോട്ടെ. നാം ഇവിടെ ഇരിക്കുന്ന എൻറ്റയർ ഗസ്റ്റ് ആൻഡ് ഫാമിലിക്ക് അറിയാം അല്ലേ നമ്മുടെ ബ്രൈഡ് ആരാണ്, നമ്മുടെ ഗ്രൂം ആരാണ്, ഇവരെന്ത് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ടുഡേ ഈസ് an official day, so we need an official introduction. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി അത്രയധികം ഉള്ള നമ്മുടെ ഗ്രൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവർ ഗ്രൂം മിസ്റ്റർ നവീൻ, who is the logistics head of Paico Incorporated Toronto, Canada. അപ്പോൾ നമ്മുടെ ഗ്രൂമിന്റെ സൈഡ് ചേർന്ന് ഗ്രൂമിന് നല്ലൊരു കൈഡ് കൊടുത്തേ. അല്ല, ഗ്രൂമിന്റെ സൈഡിൽ നല്ല കൈഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇത്രയും നോക്കുന്നുള്ളൂ. ഇന്നിവിടെ വന്നത് ഈ ഗ്രൂമിന്റെ സൈഡാണോ ബ്രൈഡിന്റെ സൈഡാണോ കൂടുതൽ സ്ട്രോങ്ങർ എന്ന്. അപ്പൊ വൺസ് അഗെയിൻ അതൊന്ന് മനസ്സിലുറപ്പിച്ച് എല്ലാവരുടെ ചേർന്ന് നല്ലൊരു കൈഡ് കൊടുത്തേ. ഗ്രൂമിന്റെ സൈഡ് സ്ട്രോങ്ങർ ആണ്, ഹാപ്പിയർ ആണ്. Now let's get into the bride side. നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് Tanya, the senior engineer in Tata LC Trivandrum. Bride in the side nallൊരു കൈഡ് കൊടുത്തേ. ആറുടെ സൈഡിലാണ് ഇച്ചിരിയുടെ കൈഡ് കിട്ടിയത്. Tanya കൊണ്ടുപോയി, ശരിയാ, Tanya കൊണ്ടുപോയി. So anyway, we are all so happy because now you guys are not ഒരു സിംഗിൾ ഫാമിലി അല്ല. You guys join together. ഇനി ഇവർക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് എല്ലാവരും നല്ലൊരു കൈഡ് കൊടുത്തേ. Because this is now a family. So yes, ma'am, ഈ ഒരു ബ്യൂട്ടിഫുൾ ആഫ്റ്റർനൂൺ ഇത്രയധികം ഗംഭീരമാക്കിയത് ഇതിന്റെ ഫുൾ ഹാർഡ് വർക്കും ഉറപ്പായിട്ടും കപ്പിൾ മാത്രം ചേർന്നിട്ടല്ല. They have taken the decision, but there are a lot of members who worked behind this day. അപ്പം അതിനു വേണ്ടി നമുക്ക് നമ്മുടെ ഫാമിലിയെ വെൽക്കം ചെയ്യാം. Because we all know marriage is not just about the unity of two hearts, it's always about the families too. ഇന്ന് നമ്മുടെ കപ്പിൾ ഒന്നിക്കുന്ന പോലെ രണ്ട് ഫാമിലികൾ ഒന്നിക്കുവാണ് അല്ലേ. അപ്പൊ ആദ്യം ആരുടെ സൈഡിൽ നിന്ന് വിളിക്കണം? നമ്മുടെ ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് വിളിക്കട്ടെ. ഇവിടെ ഇവർ രണ്ടുപേരും എന്തിനു സമ്മതമാണ് ചോദിക്കുന്നില്ല. എനിവേ നമ്മുടെ ഗ്രൂപ്പിന്റെ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിന്റെ ഫാദർ മിസ്റ്റർ ടോമി സെബാസ്റ്റ്യൻ and mother Jessie Tommy from Kalamachathal House, Wakad, please come to the stage. രണ്ടുപേരുടെ കൈയൊക്കെ വെച്ച് ഓർമ്മ ഇവർക്ക് നല്ലൊരു കൈ കൊടുത്തേ. വെൽക്കം ആൻറ്റി അങ്കിൾ ടു ദ സ്റ്റേജ്. അപ്പം ആദ്യം ജോയിൻ ചെയ്ത കപ്പിളും ഒപ്പമെത്തി. ഇനി നമ്മുടെ സിബ്ലിംഗ് യെസ് ഫാദർ ഫെബിൻ ടോം കളമച്ചത്തിൽ MSFS അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനോട് ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് ബ്ലെസ്ഫുൾ ആണല്ലേ ഈ ഒരു സ്റ്റേജ്. So now with all the blessings we have our groom side on the stage. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് നോക്കിയാൽ അറിയാം. Now only half of the stage is complete. Yet we need the other half to complete the entire frame. ഇനി അടുത്തത് നമ്മുടെ ബ്രൈഡിന്റെ സൈഡിനെ വെൽക്കം ചെയ്യാനുള്ള ടൈമാണ്. ബട്ട് ആക്ച്വലി ദർ ഇസ് എ ഡിഫറൻസ്. ബിക്കോസ് ബ്രൈഡിന്റെ സൈഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേജ് ഒക്കെ കംപ്ലീറ്റ് ആകും നിറയുമെന്ന്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബ്രൈഡിന്റെ പാരൻസിനെ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ബ്രൈഡിന്റെ പാരൻസ് ഫാദർ മിസ്റ്റർ സെബാസ്റ്റ്യൻ ജോസഫ് ആൻഡ് മേരിക്കുട്ടി സെബാസ്റ്റ്യൻ ഫ്രം അന്തിംകുളം ഹൗസ് പൈക്ക, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ബ്രൈഡിന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് റാമിന് ഫ്രണ്ടിലേക്ക് വരുമോ? നിങ്ങളോട് ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് സ്റ്റേജിലോട്ട് കയറി വരാം. ഇത് നിന്നെ കൂടെ ഔട്ട്ഷൈൻ ചെയ്യുന്ന ദിവസമാണ്. നല്ല വീഡിയോ ഒക്കെ കിട്ടും ഒരുമിച്ച് കയറി സ്റ്റേജിലേക്ക് വരുന്നതിന്. The Tomina, the eldermost sister who is working as a nurse in UK, husband Nitish, an event consultant in UK. ഇതോടൊപ്പം നമുക്ക് 3 babies കൂടിയുണ്ട് അല്ലേ, ജിയാന, ജോആൻ ആൻഡ് മിക്കേല. പ്ലീസ് കം ടു ദി സ്റ്റേജ്. നമ്മുടെ ആദ്യത്തെ ഫാമിലി സ്റ്റേജിലോട്ട്. അപ്പോൾ ഓരോ ഫാമിലിയും നമുക്ക് കൈയടിച്ച് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം.
ജോയിൻ ചെയ്യുവാണ്. So now it's time to welcome the next family to the stage. Tino, the elder sister and associate nurse manager Australia, along with husband Stitchin, nurse Australia, ഒപ്പം baby Isa. ഇതില് നമ്മുടെ husband Stitchin ഇപ്പൊ at present നമ്മുടെ കൂടെ സ്റ്റേജിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, but still his presence and works is always with us. So now നമ്മുടെ third family, Tanu, the elder. Currently she is doing higher studies. Husband Joyce, the general manager Botswana, opam baby Jane, and please come to this. The younger sister is studying in Germany. Please come to the stage. This is also the day for the sisters to equally stage lote welcome ചെയ്യുന്നു. നമുക്ക് അങ്ങനെ beautifully നമുക്ക് നമ്മുടെ സെറിമണീസിലോട്ട് കടക്കാം. So before this നമ്മുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ ഗ്രൂമിന് ഒത്തിരി അധികം സിസ്റ്റേഴ്സിനെ ഇപ്പോൾ ഈ സൈഡിൽ കിട്ടി. ഇതിൽ ഗ്രൂം ഇച്ചിരി കൂടെ കൂടുതൽ ഇതിൽ ഏത് സിസ്റ്ററായിട്ടാണ് പണി വാളിയെന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എന്നാൽ ഇത്രയും സിസ്റ്റേഴ്സ് ഉള്ളപ്പോൾ കൂട്ടത്തിൽ ഇച്ചിരി കൂടെ കൂടുതൽ ഒരാളോട് കാണും. പേര് പറഞ്ഞു ഇച്ചിരി കുഴപ്പിക്കുന്ന ചോദ്യമാണ്, എന്നാലും മുത്ത് ഏറ്റവും ഇളയത് ഡയാന. അപ്പൊ നമ്മുടെ ചൈനയോടാണല്ലേ ഏറ്റവും ഇളയ ആളുടെ അടുത്താണ് ഇച്ചിരി കൂടെ കൂടുതൽ. അപ്പൊ ചൈന ഒന്ന് വരും ഓപ്ഷനിലേക്ക്. ഈ ആൻസർ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഉറപ്പായിട്ടും യങ്ങ വണ്ണിൻ്റെ അടുത്തായിരിക്കും ആള് കൂടുതൽ ഫ്രണ്ട്ലി എന്ന്. സോ നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് ഹൗസ് ഹി നല്ലൊരു ഗൈഡ് കൊടുത്തേ. അങ്ങനെ ഒരു ഫാമിലിക്കുപരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഇവർ കണ്ടുപിടിച്ചു എന്ന് നമ്മളെല്ലാവരുടെ ഫ്രണ്ടിൽ പറഞ്ഞു. Now it's time to start our formal function of the day. ആദ്യം തന്നെ നമുക്ക് കപ്പിളും ഫാമിലിയും കൂടെ ചേർന്ന് നമ്മുടെ ലോകത്തിൻ്റെ പ്രകാശമായ ദിവ്യനാഥനെ അനുസ്മരിച്ചുകൊണ്ട് വൃത്തിരി തെളിയിക്കാൻ പോവാണ്. ദി സെൻട്രലിൽ ഇരിക്കുന്ന ക്യാൻഡിൽ കപ്പിളും, ഒരു സൈഡിലെ ക്യാൻഡിൽ ഗ്രൂമിൻ്റെ ഫാമിലി, മറ്റൊരു സൈഡിലെ ക്യാൻഡിൽ ബ്രൈഡിൻ്റെ ഫാമിലിയും കൂടെ ചേർന്ന് ലൈറ്റ് ചെയ്യാം. ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഓൺ ദ കൗണ്ട് ഓഫ് 3 seconds ദ കപ്പിള് കേക്ക് കട്ട് ചെയ്യുന്നു, പരസ്പരം ഷെയർ ചെയ്യുന്നു. ഗ്രൂം ബ്രൈഡിന്റെ ഫാമിലിക്കും ബ്രൈഡ് ഗ്രൂമിന്റെ ഫാമിലിക്കും ഷെയർ ചെയ്യുന്നു. അതിനു മുന്നേ അച്ഛൻ ഇവിടെ നമ്മുടെ ഗ്രൂമിന്റെ അച്ഛനോട് അമ്മയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ടെൻഷനായി. ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാ പ്രോഗ്രാമിനും പോകുമ്പം ഇതുപോലൊരു കേക്ക് കാണും അല്ലേ? അപ്പം ഇന്ന് this is of course a symbol of happiness. ഒരു സന്തോഷത്തിന്റെ ലക്ഷണമാണ്. ഒരു കല്യാണം ആയിക്കോട്ടെ, ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ, എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, വിൽ ഹാവ് എ കേക്ക് ലൈക്ക് ദിസ്. അപ്പൊ ഇന്ന് നമ്മുടെ നവീന്റെയും ടാനിയുടെയും ലൈഫിൽ ഈ ഒരു കേക്കിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പെട്ടെന്ന് ഉത്തരം പറയാം. അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ കയ്യിലേക്ക് ബൈക്ക് കൊടുക്കാറുള്ളത്. ഇവിടെ അച്ഛൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാത്രമേ മിക്കവാറും ഇവർക്ക് മധുരം കഴിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് മുഴുവൻ കഴിപ്പായിരിക്കും. ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ഉത്തരമായിരുന്നു അച്ഛൻ പറഞ്ഞത്. പൊതുവെ എല്ലാവരും കേക്ക് മധുരമാണ്, ഇവരുടെ ജീവിതം മൊത്തം മധുരിക്കട്ടെ എന്ന് പറയും. അച്ഛൻ പറഞ്ഞു ഇന്ന് മാത്രമേ മധുരമുള്ളൂ, ഇനി അങ്ങോട്ട് കയ്പായിരിക്കുന്നത്. എനിക്ക് ജീവിതം മൊത്തം അങ്ങനെയല്ല, മധുരിക്കട്ടെ എന്ന് ആശംസിച്ചിട്ട് നമുക്ക് കപ്പിളും ഫാമിലിയോട് ചേർന്ന് കേക്ക് കട്ട് ചെയ്യാം. സോ പ്ലീസ് കം ഫോർവേഡ്.
said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say I need you now. Here I am, turn around. One more time, I need you now. Said that I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you. Making sure you're safe and sound. How your voice sang the songs that made me wanna live forever. All packed up, headed out. I hate to say I need you now. Here I am, turn around. One more time, I need you now. Said that I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you. സോ ഗെയിം ഭയങ്കര സിമ്പിളാണ്. എന്നാൽ നമുക്ക് കുറച്ച് വോയിസിനെ സ്റ്റേജിൽ കിട്ടിയതുകൊണ്ടാണ് ഗെയിം ചനിയെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഓക്കെ, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കി പിന്നെ ഓർഡർ മാറ്റുവേ. അപ്പം ഞാനിവിടെ ഒരു ഡയലോഗ് കൊടുക്കും. ആ ഡയലോഗ് ഇവരെല്ലാവരും ഒരുപോലെ റിപ്പീറ്റ് ചെയ്യും. ഇതിൽ നിന്ന് നമ്മുടെ നവീൻ, നമ്മുടെ ഗ്രൂമിൻ്റെ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, തിരിഞ്ഞു നോക്കരുത്. ഓക്കെ, ചനിക്ക് ഗെയിം മനസ്സിലായോ? ഓക്കെ, അപ്പം ഡയലോഗ് എല്ലാവർക്കും സെയിം, ഒറ്റ ഡയലോഗേ ഉള്ളൂ. ഡയലോഗ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുക, ടാനിയെ തെറ്റിക്കുക, അത്രേ ഉള്ളൂ. ഡയലോഗ് ഇത്രേ ഉള്ളൂ: ചാനിയ പോരുന്നോ എൻ്റെ കൂടെ. ഈ ഡയലോഗ് മൈക്കിൽ കൂടെ പറയണം. അപ്പോൾ വോയിസ് ഒരു ഇച്ചിരി കൂട്ടുമോ? അപ്പോൾ നിങ്ങൾക്ക് 5 പേർക്കും 1 2 3 4 5 പേർക്കും സെയിം ഡയലോഗ്: ചാനിയ പോരുന്നോ എൻ്റെ കൂടെ. അപ്പോൾ ആദ്യം ചാനിയ പോരുന്നു എൻ്റെ കൂടെ. ചാനിയെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, ആ സൈഡിലേക്ക് മാത്രമേ ഫേസ് ചെയ്യാവുള്ളൂ. നമ്മുടെ ഗ്രൂം ആണോ? പോരുന്നോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഇല്ല ഇല്ല. ഓക്കെ, അപ്പം ഇനി അടുത്തയാൾ. ചാനിയ പോരുന്നു. പോരുന്നില്ല. ചാനിയെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, ചാനിയെ അങ്ങോട്ട് മാത്രമേ ഫേസ് ചെയ്യാവുള്ളൂ. ഇനി അടുത്തയാൾ. താനിയ പോരുന്നു എൻ്റെ കൂടെ. ചാനിയ തിരിഞ്ഞു നോക്കാൻ പാടില്ല, പോരുന്നോ ഇല്ലയോ എന്ന് മാത്രം പറയാം. ഇല്ല, ചാനിയ ആക്ച്വലി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ചാനിയനെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും. ആൾക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് ഈസിലി ഐഡന്റിഫൈ ചെയ്തു. ഇനി അടുത്ത ആളിനെ കൊടുക്കാൻ പോകാം. ചാനിയെ തിരിഞ്ഞു നോക്കരുത്, വൺസ് അഗൈൻ തിരിഞ്ഞു നോക്കരുത്. നമ്മൾ ഗെയിം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ആളുടെ മൈക്ക് കൊടുക്കാം. ചാനിയ പോരുന്നു എൻ്റെ കൂടെ.
പോരുന്നു ഇല്ല ഇപ്പൊ മൈക്കിൽ കൂടെ പറഞ്ഞു പോരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മുടെ കൂടെ ഗെയിമിന് കോപ്പറേറ്റ് ചെയ്ത ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫോട്ടോ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. എൻ്റെ പേര് കിനു തനു. ഞങ്ങൾ ടാനിയയുടെ ചേച്ചിമാരാണ്. ഞാൻ രണ്ടാമത്തെ ചേച്ചി, മൂന്നാമത്തെ ചേച്ചി. ഞങ്ങളോട് ബ്രൈഡ് ഓഫ് ഓണർ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ we were not prepared at all, and actually I don't know what to say. ഞങ്ങൾക്ക് അച്ചു ആണ് ടാനിയ. അവൾ തന്നെ ഇട്ട പേരാണ് അച്ചു എന്ന്. അത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞങ്ങൾ മൂത്ത മൂന്ന് ചേച്ചിമാർക്ക് കുറച്ച് we were like 10, 8 and 12 or 14 when Achu was born. ആ സമയം അച്ചു അവൾക്ക് പറയാൻ വാക്കുകൾ കിട്ടിയ സമയത്ത് തന്നെ ഉച്ചരിച്ചൊരു പേരാണ്. അത് ആദ്യം അപ്പു എന്നായിരുന്നു. അത് അവൾ തന്നെ അവൾക്ക് പേരിട്ടതാണ് അച്ചു എന്നാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് അച്ചു എന്നാക്കിയതാണ്. അച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൂത്ത 3 പേർക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ലൈക്ക് അറിയില്ല, വി ആർ മച്ച് എൽഡർ ദാൻ അച്ചു, ബട്ട് ഷീ ഈസ് അവർ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇമോഷണൽ ആസ് ഓൾവേസ് ഐ സേ. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അച്ചുവിന് ഒരു 2 വയസ്സുള്ളപ്പോൾ അച്ചു ഒരു മഴക്കാലമായിരുന്നു, മുറ്റത്തൂടെ ഓടി. അപ്പോൾ കൈ വീണൊടിഞ്ഞു. ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് വീണൊടിഞ്ഞു. അതൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു, ഡോക്ടേഴ്സൊന്നുമില്ല. മമ്മി വീട്ടിലില്ല, ഞാനും പപ്പായും മാത്രമേ ഉള്ളായിരുന്നു. ഇതുപോലെ ഏതോ ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് പോയേക്കായിരുന്നു. ഞാനും പപ്പായും കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നു. അപ്പം പൊട്ടലുണ്ട് എന്നറിഞ്ഞു. അപ്പോഴും അച്ചു കരയുന്നൊന്നുമില്ല, ഞങ്ങൾ നീര് കണ്ടാണ് കൊണ്ടുപോയത്. സോ അത് കഴിഞ്ഞ് അതൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഉടനെ അവൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. അതും അവൾ ടോളറേറ്റ് ചെയ്തു. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അവൾ പെയിന് എല്ലാ കാര്യങ്ങളും വളരെ ടോളറേറ്റ് ചെയ്യും. ഷീനോ ലൈക്ക് ഷീ ഈസ് വെരി കാം ആൻഡ് ക്വയറ്റ്. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ അല്ലായിരിക്കാം, ബട്ട് പുറത്ത് ഞങ്ങളുടെ അടുത്ത് അടി ബഹളങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. കൂടുതലായും മുത്തിൻ്റെ അടുത്താണ്, ഏറ്റവും ഇളയാളുടെ അടുത്തായിരിക്കും. ഞങ്ങൾ കുറച്ച് ചേച്ചിമാരായിരുന്നു. എന്നാലും അച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കാമാണ്. എങ്ങനെ ഒരു സിറ്റുവേഷൻ വീട്ടിലങ്ങനെ അല്ലെങ്കിലും പുറമെ എങ്ങനെ ബിഹേവ് ചെയ്യണം. വീട്ടിലെന്ന് വെച്ചാൽ അത് അവളുടെ വീടാണ്, അതുകൊണ്ടായിരിക്കും അല്ലേ അച്ചു? അതെ, ഞങ്ങളെല്ലാം അവളുടെയാണ്, അതുകൊണ്ടാണ്. പക്ഷേ അച്ചു ഭയങ്കര. പിന്നെ നവീനെക്കുറിച്ച് അച്ചു പറഞ്ഞത് ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദ വെരി ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ വെൻ നവീൻ പ്രപ്പോസ്ഡ്, ഷീ കെയിം ആൻഡ് ടോൾഡ് പപ്പ ആൻഡ് മമ്മി ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നാ ചെയ്യണം ഞാൻ. അപ്പോൾ അവർ ചോദിച്ചു, നീ ഞങ്ങളോടാണ് ചോദിക്കുന്നത്, നീ പറയൂ എന്ന് പറഞ്ഞു, നിൻ്റെ എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം ആസ് ആൻ ഓർത്തഡോക്സ് ഫാമിലി, സാധാരണ ഒരു കുടുംബത്തിലുള്ളവർക്ക് ആദ്യമേ അത് കേൾക്കുമ്പം, പക്ഷെ അത് പപ്പായും മമ്മിയും വളരെ മച്ചുവറായിട്ട് എടുത്തു. ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു നിനക്ക് തീരുമാനിക്കാം,
എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വരെ ഞങ്ങൾ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇനി ഞങ്ങൾക്ക് കളിയാക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഷീ ഹാസ് ബിക്കം മിസ്സസ് നവീൻ. പിന്നെ നവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നവീനെ ഞങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടിട്ട് വളരെ കുറച്ച്, പക്ഷേ നവീനെ കുറിച്ച് അച്ചു പറഞ്ഞറിയായിരുന്നു. നവീനും വളരെ കാം ആൻഡ് ക്വയറ്റാണ്, ഏത് കാര്യങ്ങൾക്കാണെങ്കിലും. ഓക്കെ, അവരെനിക്ക് പൈസ തന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അല്ല കേട്ടോ, നവീൻ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഞങ്ങളുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും നവീൻ അപ്പം റെഡിയാണ്. അതാണ് ഒരു പോയേക്കാം ചെയ്തേക്കാം അങ്ങനെയാണ്. അച്ചു എനിക്ക് തോന്നുന്നു വളരെ, അത് പപ്പായും മമ്മിയിൽ നിന്നും കിട്ടിയ ഒരു ക്വാളിറ്റി ആയിരിക്കും അല്ലേ. ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പോൾ അച്ചു ഈസോ ലക്കി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ. അതൊന്നും അല്ല കേട്ടോ, അതല്ല അതിലെ മെയിൻ കാര്യം. നവീൻ വളരെ നല്ലൊരു വ്യക്തിയാണ്, ഞങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമാണ്. ഞങ്ങളെ സ്വന്തം ചേച്ചിമാരും അനിയത്തിമാരുമായിട്ട് കാണുന്നു. അതിന് അവൻ എനിക്ക് പൈസ തരും. ചുമ്മാ പറയുന്നതാണ്. കുഞ്ഞിനെന്തി ഞാനും അച്ചുവും തമ്മിൽ ഒരു 7.5 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ എനിക്ക് അച്ചുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് ഇമോഷണലാവും. ഞാനാണ് അവളെ സ്കൂളിൽ കൊണ്ടുപോകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അതൊക്കെ എനിക്കിപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുവാണ്. സോറി. അല്ലാതെ ഞാൻ പറഞ്ഞ അവിടെ ഞങ്ങൾ അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സിലായിരുന്നു. അപ്പം ബസ് കാണുമ്പോഴേ അച്ചു തിരിച്ചോടുമായിരുന്നു വീട്ടിലോട്ട്. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കാണ്. എങ്കിലും അവൾ ഇത്ര പെട്ടെന്ന് ഇത്ര ആയല്ലോ, ഇപ്പം കല്യാണം കഴിഞ്ഞ ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തി. ഇപ്പം എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ആശംസകൾ അതുപോലെ നടന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച്. ചെറിയൊരു കാര്യം കൂടെ ചെയ്യിപ്പിക്കാൻ പോവാണ്, ബിക്കോസ് വി ഹാവ് ഹേർഡ് സോങ്സ്, പിന്നെ അതുപോലെ സ്പീച്ചൊക്കെ കേട്ടു. ഇനി ഇന്ന് ഇവരുടെ വെഡിങ് ഡേ ആണ്. ഇവരെ കൊണ്ട് നമുക്കൊരു പ്രപ്പോസൽ സീൻ ചെയ്യിപ്പിക്കണം. പക്ഷേ ഇതിൽ ആര് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കൊരു ടാസ്ക് തരും. അതിൽ തോക്കുന്ന ആളായിരിക്കും പ്രപ്പോസൽ സീൻ ചെയ്യുന്നത്. ആള് ഒരു പ്രപ്പോസൽ സീൻ ചെയ്യും. ഓക്കെ, ഗുഡ്. അതുകൂടി ഇരിക്കട്ടെ. വിഷു ഒക്കെ അല്ലേ, ഇൻവിറ്റ് ഹാപ്പി വിഷു ടു ഓൾ. സോ ഗെയിം ഭയങ്കര സിമ്പിളാണ്. ഐ പ്ലേ കരോക്കെ. ഓക്കെ, ഐ പ്ലേ കരോക്കെ. അത് ഏത് പാട്ടാന്ന് പറയണം. 3 കരോക്കെ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ 3 കരോക്കെ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 2 points കിട്ടും. 2 points കിട്ടുന്ന ആൾ വിന്നർ, ആൻഡ് ദ അതർ വൺ ഇസ് ദ ലൂസർ ഹു ഇസ് ഗോയിങ് ടു ഡു ദ ടാസ്ക്. ഓക്കെ, അപ്പം ആൻസർ പറയേണ്ടത് കൈ പൊക്കുക, മിണ്ടരുത്. കൈ പൊക്കുക. ആദ്യം കൈ പൊക്കുന്ന ആളായിരിക്കും പറയുന്നത്. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ദ ഫസ്റ്റ് കരോക്കെ. ഭയങ്കര ഈസി ആൻഡ് ഫേമസ് സോങ്. ആദ്യം കൈവൊക്കെയാണ് ഗ്രൂമാണ്. ജീവാംശമായി. അപ്പം ഗ്രൂപ്പിന് 1 പോയിന്റ് കിട്ടി. ഇനി അടുത്ത സോങ് ഇച്ചിരി ടഫാണേ. താഴേന്ന് ആരും ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു ഹെൽപ്പ് കൊടുത്തു. ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. റൈറ്റ് ആൻസർ. നല്ലൊരു വീഡിയോ കൊടുത്ത്. ഇപ്പം ഇവര് ടൈ ആണ്. ഇനി ആര് ജയിക്കുവോ, സോറി, ലൈക്ക് ആര് തോക്കുവോ അവരായിരിക്കും സ്റ്റേജിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് സോങ്. ഇവര് രണ്ടുപേരും തിരിഞ്ഞു നിന്നു.
തിരിഞ്ഞു അല്ല, ഫേസ് ടു ഫേസ് അല്ല, അല്ലാതെ തിരിച്ച്. ആ, ഇവിടുന്ന് ആരും ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അറിയാവുന്നെങ്കിൽ കൈ വെക്കുക. സോങ് ഇടാവേ. ഞാൻ ഓൾറെഡി എടുത്ത സോങ് ഇച്ചിരി ഈസി സോങ് ആണ്. ഇത് രണ്ടുപേരും ഒരുമിച്ചാ ബുക്ക് ചെയ്തല്ലേ? വേറെ പ്ലേ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബ്രൈഡ് ആണ് പറഞ്ഞത്. റൈറ്റ് ആൻസർ, നമ്മുടെ ബ്രൈഡ്. അങ്ങനെ വിജയിച്ച ബ്രൈഡിന് നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പം നമ്മുടെ കളി കോമ്പറ്റ് ചെയ്താണ് തോറ്റത്. ബട്ട് സ്റ്റിൽ ഗ്രൂം തോറ്റത് കൊണ്ട് ഗ്രൂം ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി വരുമോ? ഇപ്പൊ നമ്മുടെ ഗ്രൂം ഇവിടെ ബ്രൈഡിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ദ ബ്രൈഡ് ഏൺസ് ഇറ്റ്. അപ്പം രണ്ടുപേരുടെ ഒരുമിച്ച് ഫ്രണ്ടിൽ നിന്ന് ഗ്രൂം ഒരു 2 വരി പ്രപ്പോസൽ സീൻ എനിക്ക് ഒരു ഇച്ചിരി ക്രിഞ്ച് ഡയലോഗൊക്കെ ആഡ് ചെയ്ത് പ്രപ്പോസ് ചെയ്ത് നമുക്കിത് നമ്മുടെ ഡേ വൈൻഡ് അപ്പ് ചെയ്യും. ഒരു 4 സെന്റൻസ് പറയണം. 4 സെന്റൻസസ്. ഇത്രയും നാൾ എൻ്റെ തണലായി, എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം കൂടെ നിന്ന നിന്നോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഐ ലവ് യു. So Adivali, thank you so much. Now it's time for the best man speech. The best man speech ഉള്ളവർ രണ്ടുപേരോട് ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരിക. Because we have already heard it from the right side. Now it's for ഇപ്പം നവീനെ പറ്റി പറയണോ ടാനിയെ പറ്റി പറയണോ എന്നുള്ള കൺഫ്യൂഷനില്ല. പക്ഷെ എന്നാലും ഞാൻ നവീനെ പറ്റി പറയാം. കാരണം നവീനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്നുള്ളത്. ഞങ്ങൾ നവീനെ പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 കൊല്ലമായിട്ടുള്ള പരിചയമുണ്ട്. ഞാൻ നവീൻ കാനഡയിൽ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരു റൂംമേറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ വഴിയാണ് ഞാൻ ആക്ച്വലി എനിക്ക് നവീനെ പരിചയപ്പെടുന്നത്. എന്താ ഇവിടെ ഓൾറെഡി ചേച്ചിമാർ പറഞ്ഞു നല്ലൊരു ഫുഡിയാണ്. അത് തന്നെയാണ് ഞങ്ങളെയും കൂട്ടിമുട്ടിച്ച ഒരു കാരണം. പിന്നെ വേറെ നവീനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ വേദി പോരാ, അത്രയ്ക്കുണ്ട് പറഞ്ഞു തീർക്കാൻ. എന്നാലും ടോട്ടലി ഒരു ഗ്രീൻ ഫ്ലാഗാണ്. ടാനി വളരെ ലക്കിയാണ് ഇപ്പം നവീനെ കിട്ടിയതിൽ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് നവീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജ് തന്നെ നവീനാണ്. ഞാൻ നവീൻ ഒരുമിച്ചാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് കോളേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടെങ്കിൽ അത് നവീൻ്റെയും ചിത്തുവിൻ്റെയും കൂടെ മാത്രമേ എനിക്കുള്ളൂ. കാരണം അത്രയ്ക്കും നല്ലൊരു കോളേജ് ലൈഫായിരുന്നു ഞങ്ങളുടെ. അതിൽ ടാനിയായിട്ട് ആദ്യം കമ്പനിയാകുന്ന ഞാനാണ്. ഞാൻ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് സെമ്മിൽ എന്തോ ആണ് ഞാൻ ടാനിക്ക് അതൊരു മെസ്സേജ് അയക്കുന്നത്, ഒരു അസൈൻമെൻറ്റ് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനാണ് ആദ്യമായിട്ട് ഇവരുടെ ഒരു ഗ്യാങ്ങായിട്ട് സംസാരിച്ച് തുടങ്ങുന്നത്. അങ്ങനെ സംസാരിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും ഞാൻ ജിത്തു നവീൻ ഒരു ഗ്യാങ്, പിന്നെ ഇവരെ വേറൊരു ഗ്യാങ്. ഞങ്ങൾ കാണും വീണ്ടും അങ്ങനെ സംസാരിക്കുകയും ഒരു ദിവസം എന്നോട് നവീൻ എന്ന് ചോദിച്ചു, എടാ അടിയാ ടാനിയുടെ നമ്പർ ഒന്ന് തരാമോ, ഒരു സംശയം അതൊക്കെ ചോദിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നവീനല്ലേ, എന്ത് സംശയമല്ലേ, ഓക്കെ ഞാൻ കൊടുത്തു. പക്ഷെ അവൻ ചോദിച്ചൊരു 1.5 സംശയമായിരുന്നു. ഒരു 6-7 കൊല്ലം കഴിഞ്ഞ് ഇപ്പം ഇവരിങ്ങനെ കല്യാണം കഴിച്ച് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നോട് നവീൻ പറഞ്ഞില്ല ഇവരെല്ലാം ഇഷ്ടത്തിലായിരുന്നു, എന്നോട് ടാനിയാണ് പറഞ്ഞത്. അത് ഇവർ കോളേജ് വെച്ച് ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ കോളേജെല്ലാം കഴിഞ്ഞ ദിവസം ടാനിനെ വിളിച്ച് ചോദിച്ചടാ നവീനെ പറ്റി എന്താ അതിൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മുടെ ചെറുക്കനാണ്, വലിയ വിഷയമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ അവനോട് നൈസായിട്ട് നോക്കേ പറഞ്ഞത്. എന്തൊക്കെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയില്ലേ, ഇങ്ങനെ ഇതൊരു കുറേ കൂടെ ഒരു 2 വരി നടക്കുമെന്ന് നമ്മളാരും അറിഞ്ഞില്ലോ. പക്ഷേ ലൈക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. ലൈക്ക് എനിക്ക് ഉറപ്പാണ് നവീൻ ഇത്രയും നല്ലൊരു പെണ്ണെ കിട്ടിയായിരുന്നു 100% എനിക്ക് ഉറപ്പാണ്. അതിലും കൂടുതൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇത്രയും നല്ലൊരു ചെറുക്കനെ കിട്ടിയായിരുന്നു. കാരണം എനിക്കിവനെ അറിയാവുന്നതുകൊണ്ടും പറയുന്നതാണ്, എനിക്കിവിടെ അറിയാം, രണ്ടുപേരെ എനിക്കറിയാം. അതുകൊണ്ട് ലൈക്ക് എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇവിടെ വന്ന എല്ലാവരുടെ ഭാഗത്തുനിന്നും ബെസ്റ്റ് വിഷസ്. നിങ്ങൾക്ക് വിശ്വസിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ലൈഫ് സെറ്റാണ്, എനിക്കറിയാവുന്ന കേസാണ്. എങ്കിലോ താങ്ക് യു.
found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. I found us reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. Into the night, I feel alive. This is the time when we feel young. बारिश में भीगे हुए हम, झूमे नाचे यहाँ। ख्वाहिशें मेरी पूरी हुई अब, ये अपनी दास्तां। बारिशों में भीगे हुए हम, झूमे नाचे यहाँ। ख्वाहिशें मेरी पूरी हुई अब, ये अपनी दास्तां। Can you tell me how you feel about you and me walking around like two tourists set out on a scout? I've been waiting for that day to come. Let's go on a crazy trail, seeing things will go insane. Together we won't contain the happiness that flows within, in the land of rising sun, eating sushi under the moon. I can tell you all about how I fell in love with you. Drinking boba, driving in the car, singing out loud our favorite songs. Late night parties, dancing in the dark. I've been waiting for that day. We're climbing up Fujiyama at sunrise.
Let's go on a crazy trail, seeing things will go insane. Together we won't contain the happiness that flows within, in the land of rising sun, eating sushi under the moon. I can tell you all about how I fell in love with you. Hold my hand, let's go to a world that's filled with love and snow. Stop the clock, let's take it slow. Together hold on to the afterglow. Hold my hand, let's go to a world that's filled with love and snow. Stop the clock, let's take it slow. Together hold on. Let's go on a crazy trail, seeing things will go insane. Together we won't contain the happiness that flows within, in the land of rising sun, eating sushi under the moon. I can tell you all about how I fell in love with you. You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am, all through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam nan sutta vendum. Faces with smiles all around. In the vahanam nan pakka vendum. I'll run free into the sea. World and me don't even know what I will find.